அவங்க எத்தனை டீம் அங்க? அண்ணா 2 டீனா? 2 3 அண்ணா இங்க இந்த அலிபாய் கடை எங்க இருக்கு? அலிபாய் கடையா? இதோ அங்க இருக்கு. ஆமா. அண்ணா இந்த எம்ஜிஆர் கடைனா சூப்பரா இருக்கு. இல்ல இல்ல இது கண்ணு சூடு படரும் சொன்னா புரிஞ்சுக்கோ. അതൊക്കെ ഒരു അന്ധവിശ്വാസം അല്ല അണ്ണാ. ഇങ്ങോട്ട് നോക്കിയേ പകർന്ന என்னடா பைத்தியக்காரனா புரியாது வந்தாதான் தெரியும். சும்மா கொஞ்சம் புத்தி சொல்லி கொடுங்க. അലിബായുടെ കട ഇതാനാ? അമ്പോ ഭയങ്കര സെറ്റപ്പ് ആണല്ലോ. வாங்க இடம் கண்டுபிடிக்கிறது கஷ்டப்பட்டீங்களா? ഭായി ഞങ്ങളൊരു മിഷൻ നോക്കാൻ. இதெல்லாம் ஓடுறாய் கழிஞ்சு உங்களுக்கு பிடிச்சிருந்தா ஞான் இவனை சரியாக்கி தரான். பழசு நினைக்காதீங்க, அவன் அந்த காலத்து சிங்கம். 4.5 லட்சமான விலை. ஃபுல் பணமும் அட்வான்ஸாக கிட்டியாலே எனக்கு ஒர்க்கு தொடங்காம பட்டும். காரணம் இதை இந்த ஹெட்டுன மாத்திரம் 3 லட்சம் ரூபா, அப்புறம் 1.25 லட்சம் ரூபா போர்டு அது இதுக்குன்னு ஆகும். பாக்கி உள்ள 25,000 என்னோட சர்வீஸ் சார்ஜ். என்னம்மா ஒரு நிமிஷம் இருங்க. யாருமா லைன்ல? സംഭവം കുറച്ച് റിസ്ക്കാ. ആളിതിന് വാറണ്ടി ഒന്നും പറയണില്ല. 4.5 ലക്ഷമാണ് മൊത്തത്തിലുള്ള വില. സ്കൂളിൽ ഒരു കുഴപ്പമില്ല. എന്താണ്ടാ ഇത്രയും സെറ്റപ്പ് ഒക്കെ ഉള്ളതല്ലേ? ഒരു കുഴപ്പമില്ല. അതല്ല, ഈ പ്രിന്റർ ശരിയാക്കുന്ന മാത്രമല്ലല്ലോ, ഇത് ശരിയാക്കി കഴിഞ്ഞിട്ട് നമ്മൾ ഇത് കൊണ്ടുപോയി ഡിസൈൻ ചെയ്യാൻ ഈ അറിയുന്ന വേറെ ആളിനെ വെക്കണ്ടേ? വേറെ ആളിനെ വെക്കേ? മനു, നീ എന്നെ ഫോട്ടോഷോപ്പ് ഓടിക്കണം. ഇതൊന്ന് പഠിക്കാൻ എത്ര കാലം ഞാൻ നിന്റെ അടുത്ത് പറയണു. ഇതാകുമ്പോ വിലയും കുറവാണ്. ഒരു 10-15 ലക്ഷം രൂപയ്ക്ക് പുറത്ത് കിട്ടാനുള്ള സാധനമാണ് വെറും 4 ലക്ഷം രൂപയ്ക്ക് തരാൻ പറയണു. നീ ഇവൻ പറഞ്ഞ ഈ മറ്റേ ഷാപ്പിന്റെ പണിയൊക്കെ ഫോട്ടോഷോപ്പ് അതൊക്കെ ഒന്ന് പഠിക്കണ്ട മനു. നീ കെട്ടായിരുന്ന പെണ്ണിനെ അവന് കൊണ്ടുവാങ്ങി അവനൊക്കെ തുടങ്ങായിരുന്ന അതേ സ്ഥലത്ത് അതിനു മുൻപേ ഒരു ഫ്ലെക്സ് പ്രിന്റ് യൂണിറ്റ് നീ തുടങ്ങണം. ചിറ്റ്ലഞ്ചേരിത്തെ ആദ്യത്തെ ഫ്ലെക്സ് പ്രിന്റ് യൂണിറ്റ് അത് രാഹുലിന്റെ ആയിരിക്കില്ല, നിന്റെ ആയിരിക്കും. എന്താ എന്ത് തീരുമാനിച്ചു? അലിബായ്, ഞങ്ങൾ റെഡിയാണ് അലിബായ്. പൈസ റെഡിയാക്കാൻ ഞങ്ങൾ കുറച്ച് സമയം വേണം. അതുവരെ ഇവനെ വേറെ ആർക്കും കൊടുക്കരുത്. കണ്ടിപ്പാ ഇല്ല. ശരി. അപ്പൊ ശരിയാണ്. വണക്കം. കണ്ണൊക്കെ എന്നാച്ച്? പേരെന്താന്നാ പറഞ്ഞ? குஷ்பு. குஷ்புவா? ഞാൻ പ്രഭു. ഓ അപ്പൊ ശരി. പ്രിന്റർ തൂக்கிறதுக்காக திரும்பி வந்துடுவேன். ബൈ. കണ്ണുക്ക് ഏതാ ആച്ച്? എന്താന്ന് നോയിക്കൊണ്ടിരിക്കണത്? ചെങ്കണ്ണാണ്, കണ്ണസുഖാണ്, പകരും. അന്ധവിശ്വാസമാണ് പകരില്ല. ഇതെന്ത് കർമ്മണ്ടപ്പാ. ഇവിടെയും കൂടി ഒരു 2 ആഴ്ചക്കുള്ളിൽ ലോൺ ഞാൻ റെഡിയാക്കി തരാം. ബാക്കി കാര്യങ്ങൾ പടപടാനാക്കിക്കോ മനോ. ഓക്കെ ഓക്കേടാ. ശരി. താങ്ക്സ്. വർഗീസേട്ടാ, മാമൻ്റെ അടുത്ത് ഞാൻ സംസാരിച്ചു. കടയുടെ കാര്യത്തിൽ രാഹുൽ ഇതുവരെ ഉറപ്പൊന്നും പറഞ്ഞിട്ടില്ല. ഒരു മാസത്തെ സമയം ചോദിച്ചിരിക്കാം. അതിൻ്റെ ഇടയിൽ നമുക്ക് അഡ്വാൻസ് കൊടുക്കാൻ പറ്റിയ. സോറി. വാ. ഇനി കുറെ കാലമായിട്ടുള്ള ഇവന്റെ ആ പരാതി അങ്ങോട്ട് തീർക്കാം. അല്ലെന്ന് ഓർക്കേട്ടാ. ഇവനെന്ത് പരാതി? ഓ ഫോട്ടോഷോപ്പ്. ഏതായാലും താ വന്നത് കറക്റ്റ് സമയത്താണോ വരും. ഇതൊക്കെ പഠിച്ചാൽ ഇപ്പോഴത്തെ കാലത്ത് നിലനിൽക്കാൻ പറ്റൂ. ഫോട്ടോഷോപ്പ് ഒക്കെ പഠിപ്പിക്കാൻ പറ്റിയ നല്ല കിടലുള്ള ആള് നാളെ കാലത്ത് ഇവിടെ ജോയിൻ ചെയ്യാൻ പോവാ. പിന്നെ ഞങ്ങളങ്ങട് പോടോ. ഈ ടെസ്റ്റ് എനർജിയും കഷണ്ടിയും ഒരുമിച്ച് വന്ന വലിയ പ്രശ്നമല്ലേ? മനു, നമുക്ക് ഇവിടെ തന്നെ വേണം. ടൗണിൽ വേറെ വല്ല നല്ല സെറ്റപ്പ് നോക്കണം. വേണ്ട, ഫോട്ടോഷോപ്പൊക്കെ അറിയണ ഒരു കിടലൻ കക്ഷി വരാൻ പോകുന്നല്ലേ ആള് പറഞ്ഞേ. അടിപൊളിയാവും. മാലു, എനിക്കതിന് ഫോട്ടോഷോപ്പ് അറിയില്ല. എന്റെ ശ്രീജ, നീ MCA ഒക്കെ ചെയ്തതല്ലേ? ബാക്കി സോഫ്റ്റ്വെയർ ഒക്കെ നിനക്ക് അറിയുകയും ചെയ്യാം. ഫോട്ടോഷോപ്പ് ഒക്കെ പിന്നെ പഠിച്ചെടുത്താൽ മതി. വേറൊരു ജോലി ശരിയാവുന്നവരെ ഇതൊക്കെ അറിയാന്ന് പറഞ്ഞ് ഇവിടെ പിടിച്ചു നിൽക്കുക. അത്ര തന്നെ. എടി, എന്നാലും ഇല്ല. സുധിയേട്ടനെ എനിക്ക് കോട്ടയത്ത് വെച്ചേ അറിയാം. അങ്ങനെ എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ. ഓക്കെ. ഇവിടുത്തെ വിവിധ കോഴ്സുകൾക്ക് ഒന്നിൽ കൂടുതൽ ഫാക്കൽറ്റിനെ വെക്കാൻ പറ്റാത്തതുകൊണ്ടൊന്നുമല്ല. പകരം എല്ലാ കോഴ്സുകൾക്കും കൂടി എല്ലാ സോഫ്റ്റ്വെയർ അറിയാവുന്ന ഒരാളെ വെക്കാം.
അതല്ലേ ഹീറോയിസം? അത് തന്നെയാണ് ഹീറോയിസ്. താങ്ക്സ്. ആ കുട്ടിക്ക് എല്ലാ സോഫ്റ്റ്വെയർ അറിയാലോ അല്ലേ? നിങ്ങൾ പറഞ്ഞതിനെക്കാട്ടിലും കൂടുതൽ അറിയാം സുധിയേട്ടാ. ഓക്കെ, അപ്പോൾ കുട്ടി നാളെ തന്നെ വന്ന് ജോയിൻ ചെയ്തോളൂ. ഓക്കെ സർ, താങ്ക് യു. അമ്മേ എന്നൊന്ന് അനുഗ്രഹിക്കും. തലയ്ക്കകത്ത് ആവശ്യത്തിനുണ്ട്, ഇനി പുറത്തൂടെ ആക്കണം. സൂക്ഷിച്ചു പോ. അബീഷ്, സുരേഷ്, രാകേഷ്, രതീഷ്. മോർണിംഗ് ബാച്ചിൽ മൊത്തം 6 സ്റ്റുഡൻസാണ് ഉള്ളത്. അതിൽ 5 പേരും പഠിക്കാൻ വന്നിരിക്കുന്നത് ടാലിയ. ടാലി അറിയാമെന്നില്ല പറഞ്ഞു. അറിയാം സർ. പിന്നെ ഒരാളുള്ളത് ഫോട്ടോഷോപ്പ് പഠിക്കാനാണ്. സാധാരണ എല്ലാവരും ഈ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ പഠിക്കാനാണ് ഇവിടെ വരാറ്. ആദ്യമായിട്ട് ഒരാൾ ഫോട്ടോഷോപ്പ് പഠിക്കാൻ വേണ്ടി വന്നെ. അപ്പം നടക്കട്ടെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. അതെ. ഗുഡ് മോർണിംഗ്. ഞാൻ ശ്രീജ. നിങ്ങളൊക്കെ ടാലി പഠിപ്പിക്കാൻ വന്നാണ്. അല്ല, അപ്പോ ഫോട്ടോഷോപ്പ്? ഫോട്ടോഷോപ്പും ടീച്ചർ ഒരു മിനിറ്റ് ഞാൻ ചെയ്തു. ആ ഗേറ്റ്വേയിലുള്ളതൊക്കെ ഞാൻ പറഞ്ഞ അവിടെ കമ്പനിയുടെ പേരൊന്ന് എൻ്റർ അഡ്രസ് നോട്ട്സ് ഒക്കെ Alt F3 ആണ് കമ്പനി ക്രിയേറ്റ് ചെയ്യാനുള്ള ഷോർട്ട് ഫോം എൻ്റർ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അതിൽ കമ്പനി നെയിം ആഡ് ചെയ്യാൻ പറ്റുമല്ലോ. ഇതുവരെ ചെയ്തില്ലേ? ഇതത്ര കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല, ഭയങ്കര സിമ്പിളാണ്. ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇങ്ങനെ ചെയ്താൽ മതി. എല്ലാം നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ചെയ്യും ടീച്ചറെ, ആദ്യം ഒരു കമ്പനി നെയിം ടൈപ്പ് ചെയ്യും. ടീച്ചറെ, ഗേറ്റ്വേയിലുള്ളതൊക്കെ ഞാൻ പറഞ്ഞ പോലെ ഫിൽ ചെയ്തോളൂ. ടീച്ചറെ, 1 മിനിറ്റ്. ടീച്ചറെ. അത് കറക്റ്റ്. നെക്സ്റ്റ് ഇനി അയക്കും കൂടെ ഒന്ന് പറഞ്ഞു. അതെ മിസ്, അപ്പോഴേക്കും ഞങ്ങളിത് നോക്കാം. ഓക്കെ, ഇരുന്നോ. ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്തോളൂ. ഇതിലിപ്പോ എവിടെയാണ്ടാപ്പാ? ഇതിലേതാ? എനിക്ക് കമ്പ്യൂട്ടറിനെ പറ്റി അങ്ങനെ വലിയ അറിവൊന്നുമില്ല. അപ്പൊ ഒട്ടും അറിയില്ലേ? അപ്പൊ നമുക്ക് ഫോട്ടോഷോപ്പിന് മുമ്പ് കുറച്ച് ബേസിക്സ് പഠിക്കണം. ബേസിക്സ് എന്ന് വെച്ചാ? ബേസിക്സ് എന്ന് വെച്ചാൽ ഒരുപാടുണ്ട്. ഡെസ്ക്ടോപ്പ്, കീബോർഡ്, മൗസ്, ഇൻപുട്ട് ഡിവൈസസ്, ഔട്ട്പുട്ട് ഡിവൈസസ്, അങ്ങനെ ഒരുപാടുണ്ട്. ഇപ്പൊ തന്നെ തുടങ്ങിയാലോ? പിന്നെന്താ, ഇതെന്ന് അതങ്ങ് അകത്തേക്ക് തള്ളിയാൽ മതി. ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടർ ഏതാ? കറക്റ്റ്, CPU. ഇതെന്താ? കീബോർഡ്. ഇതോ? മൗസ്. അപ്പൊ ഇൻപുട്ട് ഡിവൈസസ് ഏതൊക്കെയാ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മിസ്. ഗുഡ് മോർണിംഗ് മിസ്. അപ്പൊ ഇന്ന് നമുക്ക് ടാലിയിലെ കുറച്ച് അക്കൗണ്ടിങ് ടൂൾസിനെ കുറിച്ച് പഠിക്കാം. അല്ല മിസ്, ബേസിക്സ്. മിസ്, ബേസിക്സ്. മിസ്, ബേസിക്സ്. 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 മിസ്സേ, ഈ ഫോട്ടോഷോപ്പ് ഒന്ന് കാണാൻ പറ്റുമോ? ബേസിക്സ്. അപ്പൊ ഔട്ട്സ്റ്റാൻഡിംഗ് സ്റ്റേറ്റ്മെന്റ് ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഓക്കെ മിസ്. ഏത് ഗതികെട്ടനെ ശകനം കണ്ടോണ്ടാണ് ഇറങ്ങി പുറപ്പെട്ടത്. അത് ടീച്ചറെ, ഇപ്പൊ 2 ആഴ്ചയായിട്ട് നമ്മളിങ്ങനെ ബേസിക്സിൽ തന്നെ കിടന്ന് കളിക്കുകയാണല്ലോ. അപ്പൊ എനിക്കൊരു ചെറിയ സംശയം, ഞാനതൊന്ന് ചോദിക്കാലോ എന്ന് വിചാരിച്ചാ. ചോദിക്കട്ടെ, തനിക്ക് ഫോട്ടോഷോപ്പ് അറിയോ? ഇല്ല. നാണുണ്ടോ എനിക്ക്? ഒരു ചെറുപ്പക്കാരന്റെ വിലപ്പെട്ട ജീവിതം വെച്ചിട്ടല്ലേ നിങ്ങൾ ഈ പന്താടിക്കൊണ്ടിരിക്കുന്നത്? അല്ല മനു, എന്റെ സിറ്റുവേഷൻ എന്ത് സിറ്റുവേഷൻ? നിങ്ങൾക്ക് മാത്രമല്ല സിറ്റുവേഷൻ. അപ്പൊ 2 ആഴ്ചയായിട്ട് എന്റെ സിറ്റുവേഷനോ? ഈ കാശുണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധാരണക്കാരെ ഇങ്ങനെ പറ്റിക്കുന്നത് അടിപൊളി പരിപാടി കേട്ടോ. ഇതിലും ഭേദം കക്കാൻ ഇറങ്ങിക്കൂടെ? സോറി, ഇനി ഞാൻ വരുന്നില്ല. ടെക്നോളജിയുടെ വരവോടെ നമ്മുടെ നാട്ടിൽ ഒരുപാട് പുതിയ തൊഴിൽ സാധ്യതകൾ. ഇതേ ടെക്നോളജി കൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ അന്യം നിന്ന് പോയിട്ടുള്ള ചില തൊഴിലിടങ്ങളെ കുറിച്ചും നമ്മൾ അതെ,
ഈ മനോഹരൻ കാ ദുകാൻ കഹാ ഹേ? അവിടെയാണ് മലയാളം വായിക്കാൻ അറിയില്ല. ഡോ, താൻ ആരാണെന്നാണോ എന്റെ വിചാരം? ആ പാവത്തിന്റെ ജോലി കളഞ്ഞപ്പോ എനിക്ക് സമാധാനമായില്ലേ? പാവ അവളാ. ഞാൻ ഫോട്ടോഷോപ്പ് പഠിക്കാൻ വേണ്ടി അവളുടെ പിന്നാലെ കെഞ്ചി നടക്കായിരുന്നു. എന്നിട്ട് എന്ത് അഹങ്കാരത്തിലാണ് അവൾ എന്നോട് സംസാരിച്ചെന്നറിയോ? അവളുടെ കുഞ്ഞമ്മയുടെ ബേസിക്സ്. അതിപ്പോ മനോഹര, താൻ തന്നെ ഇപ്പോ എത്ര അഹങ്കാരത്തിലാ സംസാരിക്കുന്നത്. പക്ഷെ സത്യത്തിൽ താനൊരു പാവല്ലേ? ഈടോ പറയടോ താനൊരു പാവല്ലേ എന്ന്. കുറച്ച്. എന്നിട്ടാണോ ഈ മാതിരി തെമ്മാടിത്തരം കാണിക്കുന്നത്? ഇപ്പൊ അങ്ങോട്ട് ഫോട്ടോഷോപ്പ് പഠിച്ചില്ലെങ്കിൽ തന്നെ എന്താണോ പോലീസ് പിടിച്ചോ? എന്തോരം പ്രശ്നങ്ങൾ ആ കുട്ടിയുടെ വീട്ടിലുള്ളതെന്ന് അറിയാവോ? ഈ ജോലിയായിരുന്നു ഒരേ ഒരു ആശ്വാസം. തന്നെയൊക്കെ ഉണ്ടല്ലോ, തന്നെയൊക്കെ ഫോട്ടോഷോപ്പ് പഠിക്കാൻ പറ്റിയ